വെൽക്കം ടു IFC. ഇൻട്രോവേർട്ടഡ് ഫിൽമി ക്രൂ. അപ്പോൾ ഇന്ന് നമ്മൾ ഹിറ്റ് 3യുടെ എന്താ പ്രൊമോ ഒരു ടീസർ അല്ല എന്താ പറയുന്നത്, ഒരു പ്രൊമോ അനൗൺസ്മെന്റ് ടീസറാണ്. അതിൻ്റെ റിയാക്ഷനാണ്. ശൈലേഷ് കൊലനുവിൻ്റെ സിനിമയാണ്. കാരണം പുള്ളിയാണ് ഹിറ്റിൻ്റെ ഫസ്റ്റ് സെക്കൻഡും ചെയ്തിരിക്കുന്നത്. പുള്ളിയുടെ മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻ്റ് ആണ് ഹിറ്റ് 3. നാനിയാണ് ഇതിൽ അഭിനയിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊമോ അനൗൺസ്മെന്റ് ടീസർ കാണാം. പ്ലേ പണ്ടെങ്കിൽ യുനാനിമസ്. നാച്ചുറൽ സ്റ്റാർ അല്ലേ? ठीक है मतलब जो ऑफिसर खतरे में है वो खुद ही एक खतरा है. I am not in danger. I am the danger. हाँ वही उसका नाम है. सरकार ഷോട്ട് അല്ലേ? May 1st 2025 അടുത്ത വർഷമാണ്. ആക്ച്വലി ഇത് കുറച്ച് വയലന്റ് കോപ്പാണ്. കാരണം ഇതിന് മുമ്പത്തെ 2 ഇൻസ്റ്റാൾമെന്റ് നോക്കിക്കഴിഞ്ഞാൽ അത്രയും വയലന്റ് ആയിട്ടുള്ള പോലീസാണ്. അതായത് ഇപ്പോൾ സെക്കൻഡ് പാർട്ടിന്റെ എൻഡിൽ, അതായത് ഹിറ്റ് 2ന്റെ എൻഡിൽ നാനിയുടെ ഒരു എൻട്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ പുള്ളിയെ കാണിക്കുന്ന കുറച്ച് ഇങ്ങനെയാണ്. ഈ മുമ്പത്തെ 2 പാർട്ടിനകത്തും വയലന്റ് ആയിട്ടുള്ള കോപ്സ് അല്ല, അവർക്ക് അവരുടെ ട്രോമാസ് ഉള്ള 2 പോലീസ് ഓഫീസറായിരുന്നു. ഇവിടെ പുള്ളിക്കാരനൊരു അത് യൂഷ്വൽ മർഡർ, മറ്റേ എന്താ പറയുക, സീൽ കില്ലർ കണ്ടുപിടിക്കുന്നത്. അതിൽ നിന്ന് മാറ്റി പിടിച്ചതായിരിക്കും ഇതിനകത്ത്. നാനിയാണേലും ഒരുപാട് വയലന്റ് ഫിലിംസ് ചെയ്തിട്ട് ഇപ്പൊ അടുത്തിടയ്ക്കാന്ന് പറഞ്ഞു കുറച്ച് ആക്ഷൻ ഓറിയന്റഡ് പടങ്ങൾ സിനിമ അതിന് മുമ്പത്തെ ചെയ്തത് വയലന്റ് ആയിരുന്നു. അപ്പം ആക്ച്വലി പുള്ളി കുറച്ച് വ്യത്യസ്തമായ പടങ്ങൾ എപ്പോഴും ഒരു വ്യക്തിയാണ്. ഈ ശൈലേഷ് കൊലനോ ഹിറ്റ് സീരീസ് ഭയങ്കര ഹിറ്റാണെങ്കിലും പുള്ളി ഇതിന് മുമ്പ് ലാസ്റ്റ് ചെയ്ത പടം സൈന്ധവ് അത്ര നന്നായി വർക്കായില്ല. അത് കുറച്ച് കൈനോയ പടമാണ്. അപ്പോൾ ഇതിൽ വീണ്ടും പുള്ളി തിരിച്ചു വരുമെന്ന് തോന്നുന്നു കണ്ടിട്ട്. മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മീൻസ് ഇതിപ്പോ ജസ്റ്റ് പടം അടുത്ത വർഷമേ ഉള്ളൂ. അടുത്ത വർഷം മെയ് 1 കുറച്ച് വയലന്റ് ആയിരിക്കും ഇതിനു മുമ്പുള്ള സിനിമകളെക്കാളും. കുറച്ചുകൂടി ഒരു സ്കെയിൽ കൂടിയ പടമായിരിക്കും. കാര്യം ഇപ്പോൾ ഈ ഡയറക്ടർ ഉൾപ്പെടെ പുള്ളി മറ്റേ സൈന്ധവ് ചെയ്ത് തന്നെ അത്യാവശ്യം നല്ല ബജറ്റ് ചെയ്ത പടമാണ്. സെറ്റിങ്ങും രസമുണ്ട്. മറ്റേ കാശ്മീർ സാധാരണ അവിടെ തോക്കും വെടിയും കാണുന്ന സമയത്ത് കോടാലി കൊണ്ടാണ് അവിടെ വെടിയുണ്ടകളെ എതിർക്കാൻ കോടാലിയുമായി അവൻ. ആക്ച്വലി കൊലയാളി അവിടെ ആയിരിക്കും, കൊലയാളി തെടി പോയിരിക്കും പുള്ളി. അത് വെട്ടിക്കൊല്ലു കോടാലി രക്തമൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ തണുപ്പത്ത് വിരലിങ്ങനെ മടക്കി വെടിവെക്കാൻ പാടാ. അല്ല ഇത് എനിക്ക് തോന്നുന്നത് കുറച്ച് നല്ല മറ്റേ ടൈറ്റിൽ മറ്റേ വെള്ളാണികളും കാര്യങ്ങളൊക്കെ. അത് ഹിറ്റിന്റെ നാച്ചുറൽ സ്റ്റാർ ഞാൻ എഴുതിയ ഷോട്ട് കണ്ടോ? ആ ഷോട്ടില് ഫ്രണ്ട് ഗ്രീൻ സ്ക്രീൻ ആണെന്ന് എനിക്ക് തോന്നിയുണ്ടോ? അത് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി, അറിയില്ല. പക്ഷെ അത് കൊള്ളായിരുന്നു, നല്ലൊരു ഐഡിയ അല്ലായിരുന്നു. സ്റ്റാർ, നാച്ചുറൽ സ്റ്റാർ. പോലീസിന് സ്റ്റാർ ഉണ്ടോ? കൺസിസ്റ്റന്റ്ലി നല്ല സിനിമകൾ പുള്ളി ചൂസ് ചെയ്യുന്ന സിനിമകൾ കുറച്ച് രസമുള്ള ആളാണ്. കൊള്ളാം.
സനിപ്പോത്ത സിനിമ ആക്ച്വലി ഞങ്ങള് അയ്യാ റിവ്യൂ ഒക്കെ ഷൂട്ട് ചെയ്തതാണ്. ഇതൊരു ചെറിയ ഡിസ്ക്ലൈമർ പോലെ. സനിപ്പോത്ത ശനിവാരം സിനിമ ഞങ്ങൾ തിയേറ്ററിൽ കണ്ടു. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ഷൂട്ട് ചെയ്തത്. പക്ഷേ ഷൂട്ട് ചെയ്തത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞാണ് എഡിറ്റ് ചെയ്യാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ അപ്പോഴാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞത് ഓഡിയോ റെക്കോർഡ് ആയിട്ടില്ല എന്ന്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ വാഴ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂ ഞങ്ങൾ പറഞ്ഞിരുന്നു, അതും വെള്ളത്തിലായി. സോ അത് ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയിപ്പോൾ കാരണം പിന്നീട് അത് രണ്ടാമത് ചെയ്യാം. ടെക്നിക്കൽ ഡിഫിക്കൽട്ടി. ഇനി ആ സിനിമ ഡെഫിനറ്റ്ലി OTT ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ, ഒരു ഡിസ്കഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. ബിക്കോസ് അത് അത്രയും പറയാനുണ്ട് അതിനകത്ത്. ഒരു വലിയൊരു കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാനുണ്ട് ആ പടം.